കോട്ടയത്തെ ഷൈനി എന്ന യുവതിയുടെയും രണ്ട് കുഞ്ഞു മക്കളുടെയും മരണത്തെ തുടർന്ന് ഒരുപാട് വാർത്തകളാണ് ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ വാർത്തകൾ മൊത്തത്തിൽ കേൾക്കുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന ചില സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പെൺകുട്ടിക്ക് സത്യത്തിൽ ജനിച്ചു വീണതിന് ശേഷം അവളുടേതായി എന്ന് പറയാൻ പറ്റുന്ന വീട് സത്യത്തിൽ ഏതാണ്? നമുക്കൊക്കെ അറിയുന്നതാണ്. പെൺകുട്ടികൾ ജനിച്ച് വളർന്ന് വരുന്നതിനനുസരിച്ച് സ്വന്തം വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, കാരണം നീ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടതാണ്. ഇതാണ് ആ പെൺകുട്ടി കേട്ട് ശീലിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോഴും അവളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ അടിയുറച്ചു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ, ഇത് എൻ്റെ വീടല്ല, ഞാൻ മറ്റേതോ വീട്ടിലേക്ക് പോകേണ്ടതാണ്. ഇനി എന്താണ്? കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഭർത്താവ് അവിടെ ചെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവുകയും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ പറയുന്ന വാക്കുകളുണ്ട്. ഇത് നിന്റെ വീട്ടിൽ പഠിപ്പിച്ച കാര്യങ്ങളാണോ, നീ നിന്റെ വീട്ടിലേക്ക് പൊക്കോളൂ. ഇങ്ങനെയാണ് പല വാർത്തകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയത്ത് എന്താണ്? അവൾക്ക് അവിടെ ഒരു വീടില്ല, അവളുടെ വീടല്ലത്, അത് അവളുടെ ഭർത്താവിൻ്റെ വീട് മാത്രമാണ്. അവളെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകണം. പക്ഷെ തിരിച്ച് അവളുടേതായിട്ട് പോകാൻ ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ലതാനും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, കാരണം പെൺകുട്ടികൾക്കായിട്ട് ഇവിടെ എവിടെയാണ് വീടുള്ളതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കേണ്ട, ഇനിയെങ്കിലും പെൺകുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ കൃത്യമായി നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം. 100% നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അതിലേക്ക് മാത്രമായിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ഷൈനിമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം സ്വന്തമായി ഒരു ജോലി ഉണ്ടാവണം, ആ ജോലിക്ക് ശേഷമാകണം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്നത്. അത് കയറി ചെല്ലുന്നതിന് മുന്നും കൃത്യമായി തീരുമാനം എടുക്കണം. വീട്ടിലേക്ക് വന്ന് പെണ്ണ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് എത്ര തരും, അല്ലെങ്കിൽ എൻ്റെ മകൻ എത്ര തരും എന്ന് ചോദിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചൂലെടുത്ത് അടിച്ചോട്ടിക്കാനുള്ള ധൈര്യം വീട്ടുകാർക്കില്ലെങ്കിലും നിങ്ങളെങ്കിലും കാണിക്കണം. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ജീവിതത്തിൽ എന്തെങ്കിലും ഭദ്രതയോ സുരക്ഷിതത്വമോ ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മുതൽ മാത്രം നോക്കിക്കൊണ്ട് അത് തിന്നു തീർത്തതിന് ശേഷം വീണ്ടും കോരി തിന്നാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കഴുകന്മാരുടെ ഇടയിലേക്കായിരിക്കും ഈ പറയുന്ന പിച്ച് ചീന്താൻ വേണ്ടി നിങ്ങൾ തന്നെ സ്വയം ചെന്നിറങ്ങി പോകുന്നത്. ഇത് തന്നെയാണ് ഷൈനിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞത്. അതിന് മുന്നേ അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കയറിയതിനു ശേഷം ഭർത്താവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ജോലി ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം 3 മക്കൾ, അതിൽ 2 പെൺമക്കൾ. ആ 2 പെൺകുഞ്ഞുങ്ങൾ ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ കുഞ്ഞുമകൾ അവിടെ നിന്ന് പോകുന്ന കാര്യം, അതിന് മരിക്കാൻ ഒരു തരത്തിലും, അത്രയും കുഞ്ഞുമകളല്ലേ, അപ്പം പേടിച്ച് അത്രയും അത് എത്രത്തോളം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആ അമ്മയുടെ നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഊഹിക്കാൻ പറ്റുന്നതല്ല. കാരണം ആ സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നു. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ പറയാൻ പറ്റുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ എത്ര വീട്ടുകാരാണ് ആ പെൺകുട്ടിയെ, നീ ഇങ്ങ് വന്നേര്, നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം, നിന്റെ വീടല്ലേ ഇത്, നിനക്ക് ഞാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുണ്ട്, അമ്മയും അച്ഛനും ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരങ്ങളുണ്ട് എന്ന് ഇത്രയും സ്നേഹത്തോടെ ധൈര്യത്തോടെ എത്ര പെൺകുട്ടികൾക്കാണ് അവളുടെ ഈ പറയുന്ന സ്വന്തം വീട്ടുകാരെ പറയുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഓരോ വീട്ടുകാരും പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ എത്രയോ ആത്മഹത്യകൾ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും ഈ പറയുന്ന പെൺകുട്ടികൾ മരിച്ചതിന് ശേഷം പെൺവീട്ടുകാർ വന്ന് പറയുന്ന കുറേയധികം വാദഗതികളുണ്ട്. എൻ്റെ മകൾ കുറേ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്കറിയായിരുന്നു, കൊടിയ പീഡനങ്ങളായിരുന്നു, ഇതൊക്കെ സഹിച്ചായിരുന്നു എൻ്റെ മകൾ അവിടെ നിന്നിരുന്നതെന്ന്. എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കൾക്ക് കൃത്യമായിട്ട് ആ മകളോട് നീ ഇങ്ങ് പോന്നേക്ക്, നിനക്ക് ഇനി അവനെ വേണ്ടെങ്കിൽ, അവനിങ്ങനെ ഉപദ്രവിക്കുകയാണ്, നിനക്കൊരു സ്വസ്ഥത അവിടെ കിട്ടുന്നില്ല, നിനക്കവിടെ ജീവിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നീ ഇങ്ങ് പോന്നേക്ക് മക്കളെ, നിങ്ങൾക്ക് ഞാനില്ലേ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കളുടെ നാവ് പൊങ്ങാതിരിക്കുന്നത്? അപ്പം പലപ്പോഴും സ്റ്റാറ്റസ്, നമ്മുടെ ഈ പറയുന്ന കെട്ടിച്ചു വിട്ട മകൾ തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ചിലെന്ന് കാണുന്ന കുറേയധികം മാതാപിതാക്കൾ, അപ്പുറത്തുകാരെന്ത് പറയും, ഇപ്പുറത്തുകാരെന്ത് പറയും എന്ന് പറയുന്ന കുറേയധികം ആൾക്കാർ. എന്നാൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ മോളെ ഇങ്ങ് കൊണ്ടുവന്നാൽ മതിയായിരുന്നെന്ന് പറഞ്ഞ് വാവിട്ട് ഒരാവശ്യമില്ലാതെ കരയുന്ന മാതാപിതാക്കളെ നമുക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയല്ലേ ഷൈനിയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞത്. അതായത് ഇന്ന് കുറേ പേര് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഷൈനി എന്ന് പറയുന്ന യുവതിയുടെ അച്ഛൻ സംസാരിക്കുന്നത് എനിക്ക് കേട്ടപ്പോഴും അതൊക്കെ തന്നെയാണ് തോന്നിയെന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഈ പറയുന്ന കപ്പ വിറ്റ് 5000 കിട്ടിയതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ഒരുപാട് ചിരിച്ച് കളിച്ചാണ് അദ്ദേഹത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് പറയുന്നത്. മനസ്സ് തകർന്നിരിക്കുന്ന ഒരച്ഛനും അങ്ങനെ വന്നിരുന്ന, അമ്മയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അച്ഛനും ഇങ്ങനെ വന്നിരുന്ന വീഡിയോയ്ക്ക് മുന്നിൽ ഇത്തരത്തിലൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. അത് മറ്റൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ആ മകൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ, മെൻ്റലി എന്തെങ്കിലും ഈ മക്കളെ നീ
ഇനി എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും, നിന്നെ അച്ഛൻ കൂടി സഹായിക്കാം, അപ്പം കൂടി സഹായിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കളെ ഞങ്ങൾ നോക്കിക്കോളാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ ചെറുതായിട്ടെന്തെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും അവർ മുതിർന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഒരു പക്ഷേ ഇത്രയും അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു. കാരണം ഭർത്താവിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, അതിലപ്പുറത്തേക്ക് എങ്ങൊന്നും ജോലി കിട്ടാൻ പറ്റാത്ത അവസ്ഥ, 2 കുഞ്ഞുമക്കളെ ഇനി എങ്ങനെ പോറ്റും എന്നുള്ള അവസ്ഥ ഒരുപക്ഷെ പറയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. ഈ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അവഗണന കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തിന്നുന്നതിലും കുടിക്കുന്നതിലും ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ കുറ്റം പറച്ചിൽ കേട്ടിട്ടുണ്ടോ, ആ സ്ത്രീ അത് സഹിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം മനുഷ്യരുടെ ഉള്ളിരിപ്പ് എന്തെന്ന് ഒരിക്കലും ചികഞ്ഞു നോക്കി കണ്ടുപിടിക്കാൻ പറ്റാത്ത, നമ്മൾ പണ്ടൊക്കെ പറയായിരുന്നു മുഖം എന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ ഈ രീതിക്കൊക്കെ പറയുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല. എത്ര കാലം ജീവിച്ചു കഴിഞ്ഞാലും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആൾക്കാരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അതുപോലത്തെ മനസ്സാണ് ഓരോ മനുഷ്യരുടെ എന്ന് പറയുന്നത്. കാലം പോകുന്നതനുസരിച്ച് അതൊക്കെ വല്ലാത്ത രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ എത്തരത്തിൽ വേണമെങ്കിലും പെരുമാറാം. ഇന്ന് അമ്മ അച്ഛൻ ബന്ധങ്ങളൊക്കെ മറ്റൊരു തരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ എന്ന് പറയുന്ന ബന്ധങ്ങളൊക്കെ മറ്റൊരു തരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാർത്ഥത മാത്രമാണ്. ഈ പറഞ്ഞ സ്വത്ത്, അവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കടിപിടി കൂടുന്ന കുറേ സഹോദരങ്ങളെ തമ്മിൽ തല്ലുന്ന, കുത്തിക്കൊല്ലുന്ന, ഇങ്ങനെ കുറേ. അച്ഛന് എത്ര വയസ്സായി കഴിഞ്ഞാലും മക്കൾക്ക് സ്വത്ത് വിട്ടുകൊടുക്കാൻ കഴിയത്തില്ല, മക്കൾക്കുള്ള ജീവിതമാണ് ഇനി ഉള്ളതെന്നുള്ളത് ചിന്തിക്കാൻ കഴിവില്ലാത്ത കുറേ അച്ഛനമ്മമാർ, ഇങ്ങനെ കുറേ 10-70 വയസ്സ് കഴിഞ്ഞാലും 80 വയസ്സ് കഴിഞ്ഞാലും 90 വയസ്സ് കഴിഞ്ഞാലും അവരൊന്നും ചെയ്യില്ല. ഇനി കുറേ അച്ഛനും അമ്മമാരാണെന്നുണ്ടെങ്കിൽ ചില മക്കളെ മാത്രം കൂടുതലായിട്ട് സ്നേഹിക്കുക, ചില മക്കളെ പറഞ്ഞ പട്ടികളെ പോലെ പരിഗണിക്കുക. ഇതാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അവരുടെ ജീവിതം മൊത്തം കുളം തോണ്ടിക്കൊണ്ടിരിക്കുക, ബാക്കിയുള്ളവർക്ക് മാത്രം എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന കുറേയധികം മനുഷ്യരുടെ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ സ്ത്രീക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്. അവർ ഈ ഭൂമിയിൽ നിന്ന് പോയതോടുകൂടി തന്നെ അത് മണ്ണിനാൽ മൂടപ്പെട്ടു പോയ സത്യങ്ങളാണ്. അത് ഇനി ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല, ആരുടെ നാവിനാലും പുറത്തു വരത്തില്ല. കാരണം ആ കുഞ്ഞു മക്കൾ കൂടെ, എനിക്ക് ഈ ഒരു വാർത്ത കണ്ട സമയത്ത് ആദ്യമേ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സ്ത്രീ ഇത്രയും സഹിച്ചത് കൊണ്ട് മാത്രമായിരിക്കും, അത്രയും ഡിപ്രഷൻ സ്റ്റേജിലേക്കോ മറ്റോ പോയതുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുക. ഇനി എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടായിരിക്കും ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ സമയത്തും ആ 2 കുഞ്ഞുമക്കളെ ഇവിടെ ഇട്ടിട്ട് പോകാൻ ആ സ്ത്രീക്ക് തോന്നാതിരുന്നത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഈ ലോകത്തിൽ ഒരിക്കലും അമ്മയ്ക്ക് പകരമാകാൻ കഴിയത്തില്ല. ഇന്ന് കുറേ നശിച്ച അമ്മമാരുണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഈ അമ്മയെ നമുക്ക് ആ ഗണത്തിൽ കൂട്ടാൻ പറ്റുന്നതല്ല. അപ്പം ആ അമ്മയ്ക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ഉള്ളപ്പം തന്നെ എൻ്റെ മക്കളുടെ സ്ഥിതി ഇതാണെന്നുണ്ടെങ്കിൽ, ആരുമില്ലെങ്കിൽ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാനുള്ള കൃത്യമായിട്ടുള്ള കഴിവ് ആ സ്ത്രീക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ച് ഈ പറയുന്ന കണക്ക് ഇട്ടിട്ട് പോകാൻ കഴിയുന്ന തരത്തിലൊരു അമ്മ മനസ്സായിരുന്നില്ല അവരുടേത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് പോലും നോക്കാം. നമുക്ക് ആ വീഡിയോക്കകത്ത് പിടിച്ച് വലിച്ചുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അപ്പം മരിക്കാൻ പോകുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് കണ്ടുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്, കാരണം പിഞ്ചു കുഞ്ഞാണ്, മരിക്കണ്ട എന്ന് പറയുന്ന സമയത്ത്, പക്ഷെ ആ സ്ത്രീക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു കൈത്തും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞുങ്ങളെ, കാരണം അവരുടെ വോയിസ് റെക്കോർഡിൽ ഫ്രണ്ടിന് അയച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഒരു ജോലി ശരിയായി കഴിഞ്ഞാൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യമൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. അപ്പം മാനസികമായിട്ട് പിന്നെയും ആ സ്ത്രീയെ തളർത്തി എന്തൊക്കെയോ കാര്യങ്ങൾ ആ സ്ത്രീയിൽ മാത്രം ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം സ്വാഭാവികമായിട്ടും കർമ്മ എന്ന് പറയുന്നൊരു സാധനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ആ സ്ത്രീ ഇത്രയും മാനസികമായിട്ട് പീഡിപ്പിച്ച് ഇത്രയും അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചവർ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് എങ്ങും പോകാൻ പോകുന്നില്ല. പക്ഷെ അതിനെ അനുഭവിച്ചാലും ആ കുഞ്ഞുങ്ങളുടെ എത്രമാത്രം കാലം ജീവിക്കേണ്ടതാണ്. ഈ ലോകത്തെ ഒരു സൗന്ദര്യങ്ങളും ഒരു വർണ്ണങ്ങളും ഒന്നും ആസ്വദിക്കാതെ ജീവിതം മൊത്തം എന്തിനു ജനിച്ചു എന്ന് പോലും മനസ്സിലാവുന്നില്ല. ചില ജന്മങ്ങളെക്കുറിച്ച് വാർത്തകൾ കേൾക്കുന്ന സമയത്ത് തോന്നിപ്പോകുന്നൊരു കാര്യമാണ്, ചില സമയത്ത് ഈ 1 മാസമുള്ള കുഞ്ഞ് മരിച്ചു, അല്ലെങ്കിൽ 8 മാസമുള്ള കുഞ്ഞ് മരിച്ചു, അല്ലെങ്കിൽ ചിലപ്പം 14 വയസ്സുള്ള കുഞ്ഞ് ആക്സിഡൻറ്റിൽ മരിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകുന്നൊരു കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ജന്മം ഉണ്ടായത്, എന്ത് കാര്യത്തിനാണ്, അവരെന്താണ് ഈ ലോകത്ത് നിന്ന് അറിഞ്ഞത്, അല്ലെങ്കിൽ അവരെന്താണ് ഈ ലോകത്തിന് കൊടുത്തത്, ഒന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഈ ജന്മങ്ങൾ ഉണ്ടാകുന്നതെന്ന് പോലും തോന്നിപ്പോകുന്ന ചില വല്ലാത്ത വൈകാരിക മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലൊന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എന്ന് പറയുന്നത്. വെറും 10-11 വയസ്സിൽ മാത്രം ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കും. അമ്മയുടെ സങ്കടങ്ങൾ ഒരുപാട് കണ്ടറിഞ്ഞ മക്കളാണ്. അപ്പം അമ്മയ്ക്ക് താങ്ങാവാൻ കൊതിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരുപക്ഷെ കുഞ്ഞു മക്കളാണെങ്കിൽ പോലും ചിലപ്പം നമ്മൾ പൊടി കുഞ്ഞുങ്ങൾ പോലും പറയുന്നിട്ടില്ലേ, ചിലപ്പം 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പറയത്തില്ലേ, അമ്മയ്ക്ക് ഞാനത് മേടിച്ചിരാൻ വലുതാകുമ്പോഴത്തേക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന മക്കളെ. അപ്പം അവർക്ക് കുഞ്ഞിലെ അതൊക്കെ പറയാനുള്ള ഒരു കളിതമാശ പോലാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അല്ലെങ്കിൽ അതുപോലെ ആ കുഞ്ഞുങ്ങളും ചിലപ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് അവർക്ക് നരകയാതന മാത്രം കൊടുത്ത ഏതൊക്കെയോ ദുർഭൂതങ്ങൾ ഈ ഭൂമിയിൽ അവർക്ക് ചുറ്റുമായിട്ട്, അവരുടെ ആത്മാക്കൾക്ക് ചുറ്റുമായിട്ട് ഇന്നും ഈ വിഹരിച്ച് നടക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കും ഇതൊക്കെ തന്നെയാണ് തോന്നിയത്.
അവരുടെ അപ്പൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഒരപ്പനും മനസ്സ് തകർന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കൂളായിട്ട് വന്നിരുന്ന ഒരു വീഡിയോയ്ക്ക് മുന്നിലിരുന്ന് സംസാരിക്കാനോ ചിരിച്ച് കപ്പയുടെ വർത്താനം പറയാനോ അതിന് അത്രയും കിട്ടിയതാണ്, ആ പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇങ്ങനെയൊന്നും സംസാരിച്ച് അത്രയും ഇതായിട്ട് സംസാരിക്കാനൊന്നും ഒരാൾക്കും കഴിയത്തില്ല. അത്രയും നെഞ്ച് തകർന്നിരിക്കുന്ന ഒരാൾക്കും പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പം ആ സ്ത്രീക്ക് ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ അവർ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളും പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് കയ്യിൽ പൈസയുണ്ടോ, നിങ്ങൾക്ക് സ്വന്തമായി പൈസയുണ്ടോ, നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അതല്ലെന്നുണ്ടെങ്കിൽ ആരെ ആശ്രയിച്ചിട്ടായാലും ഇനിയുള്ള കാലത്ത് അമ്മയായാലും അച്ഛനായാലും സ്വന്തം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരും അവസാനം വരെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഈ കണ്ണിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ സുഖങ്ങൾക്ക് മുന്നിൽ ഈ ഫോണിലൂടെ കാണുന്ന കുത്തിക്കുറിഞ്ഞ രണ്ട് കുട്ടികളുടെ വീഡിയോ ഉണ്ടല്ലോ, വീട്ടുകാരെ ഇട്ടിട്ട് പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് വീട്ടുകാരെ കുറ്റം പറഞ്ഞിരുന്ന ആ പെൺകുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞത്. അപ്പം ഇതുപോലെ ആർക്കെങ്കിലും പോയിരുന്നു പറഞ്ഞിട്ടോ ഇങ്ങനെ സമയം പോക്കിയിട്ടോ പഠിത്തം മുടക്കി എന്തെങ്കിലുമൊക്കെ ആയിട്ടോ കാര്യമില്ല. കാരണം നേരെ ചൊവ്വേ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, മേടിക്കേണ്ട ജോലി മേടിക്കേണ്ട സമയത്ത് മേടിക്കുക, ഈ പറയുന്ന കണക്ക് സ്വന്തം കാലിൽ നിൽക്കുക. എന്നാൽ മാത്രമേ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്കൊരു വിലയുണ്ടാവും. നിങ്ങളാരും പഴിക്കാതിരിക്കൂ, നിങ്ങളുടെ ജീവിതം ഇതുപോലെയൊക്കെ ആവാതിരിക്കൂ, അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നാതിരിക്കൂ.